നമസ്കാരം. ശിവമൊഗ്ഗയിലെ സഫാരി പാർക്കിൽ മൃഗസ്നേഹികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഗർഭിണിയായ ഹിപ്പോപ്പൊട്ടാമസിന് പരിശോധിക്കുന്നതിനിടെ ഉണ്ടായ ആക്രമണത്തിൽ യുവ വെറ്ററിനറി സർജൻ ഡോക്ടർ സമീക്ഷ റെഡ്ഡി കൊല്ലപ്പെട്ടു. കർണാടകയിലെ ട്വാവരക്കൊപ്പ ലയൺ ആൻഡ് ടൈഗർ സഫാരിയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. ബംഗളൂരു സ്വദേശിനിയായ 27 വയസ്സുകാരി ഡോക്ടർ സമീക്ഷ റെഡ്ഡിയാണ് ജോലി തിരക്കിനിടയിൽ അപ്രതീക്ഷിതമായി വന്യമൃഗത്തിന്റെ ആക്രമണത്തിന് ഇരയായത്. വ്യാഴാഴ്ച രാത്രി 11:30 സംഭവം. മൃഗശാലയിലെ ഗർഭിണിയായ ഹിപ്പോപ്പൊട്ടാമസിന്റെ ആരോഗ്യനില പരിശോധിക്കുവാനായി എൻക്ലോസറിനുള്ളിൽ പ്രവേശിച്ചതായിരുന്നു ഡോക്ടർ. തെർമൽ ക്യാമറ ഉപയോഗിച്ച് ദൂരെ നിന്ന് താപനില പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹിപ്പോ പെട്ടെന്ന് അക്രമാസക്തയാവുകയും സമീക്ഷയെ ആക്രമിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സമീക്ഷയെ ഉടൻ തന്നെ ശിവമൊഗ്ഗയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെയുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഏകദേശം 1.5 മാസം മുൻപാണ് സമീക്ഷ ഇവിടെ കരാറടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. സംഭവത്തിൽ കർണാടക വനം പരിസ്ഥിതി മന്ത്രി ഈശ്വർ ബി ഖാന്ദ്രെ അനുശോചനം രേഖപ്പെടുത്തി. ഇതൊരു അതീവ ഗൗരവമേറിയ സുരക്ഷാ വീഴ്ചയാണെന്ന് വിലയിരുത്തിയ മന്ത്രി സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്. മുതിർന്ന വെറ്ററിനറി സർജൻമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നും രാത്രിയിൽ എന്തിന് പരിശോധന നടത്തിയെന്നും സംഘം പരിശോധിക്കും. മരിച്ച സമീക്ഷയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകുവാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദാരുണ സംഭവം വന്യജീവി പരിപാലന രംഗത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഈ അപകടം വന്യജീവി പരിപാലന രംഗത്തെ സുരക്ഷാ വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഗർഭിണിയായ ഹിപ്പോപ്പൊട്ടാമസ് സാധാരണയേക്കാൾ കൂടുതൽ അക്രമാസക്തിയാകുവാൻ സാധ്യത ഉണ്ട് എന്നിരിക്കെ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ രാത്രിയിൽ നടത്തിയ ഈ പരിശോധന എന്തിന് എന്നാണ് ചോദ്യം ഉയർത്തുന്നത്. ട്രെയിനിയായ ഒരു ഡോക്ടർക്ക് രാത്രിയിൽ എൻക്ലോസറിനുള്ളിൽ പ്രവേശിക്കുവാൻ ആരാണ് അനുമതി നൽകിയത്? കൂടെ സീനിയർ ഡോക്ടർമാരോ ആനിമൽ കീപ്പർമാരോ ഉണ്ടായിരുന്നോ? വനവകുപ്പിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. വനം പരിസ്ഥിതി മന്ത്രി ഈശ്വർ ബി ഖാന്ദ്രെ ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സമീക്ഷയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കും. ഒപ്പം സംസ്ഥാനത്തെ എല്ലാ മൃഗശാലകളിലും വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അടിയന്തരമായി പരിഷ്കരിക്കുവാനും മന്ത്രി ഉത്തരവിട്ടു. ബംഗളൂരു ഹെബാൾ വെറ്ററിനറി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വലിയ സ്വപ്നങ്ങളുമായാണ് സമീക്ഷ വന്യജീവി സേവനത്തിനായി എത്തിയത്. ജോലിയിൽ പ്രവേശിച്ച് വെറും 1.5 മാസം പിന്നിടുമ്പോഴാണ് ഈ ദാരുണ അന്ത്യം. വന്യമൃഗങ്ങളെ സ്നേഹിച്ച ഒരു യുവ ഡോക്ടറുടെ വേർപാട് സഹപ്രവർത്തകർക്കും കുടുംബത്തിനും തീരാ നഷ്ടമാണ്. മൃഗങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു സമീക്ഷയെ വന്യജീവി വെറ്ററിനറി സർജൻ എന്ന വെല്ലുവിളികൾ നിറഞ്ഞ ജോലിയിലേക്ക് എത്തിച്ചത്. ബംഗളൂരു ഹെബാൾ വെറ്ററിനറി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വലിയ സ്വപ്നങ്ങളുമായി ജോലിയിൽ പ്രവേശിച്ച വെറും 1.5 മാസം പിന്നിടുമ്പോഴാണ് ഈ അന്ത്യം സംഭവിച്ചെന്നത് കുടുംബത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വന്യജീവികളെ പരിപാലിക്കുന്നതിനിടെ ഒരു യുവ ഡോക്ടറുടെ ജീവൻ പൊലിഞ്ഞത് സഹപ്രവർത്തകർക്കും കുടുംബത്തിനും നികത്താനാകാത്ത നഷ്ടമാണ് വരുത്തിയത്. ഈ അപകടം ഒരു പാഠമാകണം. വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളിൽ എവിടെയാണ് പാളിച്ച സംഭവിച്ചതെന്ന് വനം വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഒരു ജീവൻ കൂടി ഇത്തരത്തിൽ അശ്രദ്ധ മൂലം പൊലിയാതിരിക്കുവാൻ അധികൃതർ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി ഈശ്വർ ബി ഖാന്ദ്രെ ഉറപ്പു നൽകിയിട്ടുണ്ട്.